ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. നിനക്ക് സ്വന്തമായിട്ട് ക്ലബ് ഉണ്ട്, നീ ക്ലബ്ബ് മാറിക്കൊണ്ടിരിക്കണല്ലേ. കാരണം അമ്മാതിരി കളി എന്ന് വെച്ചാൽ ഫൗൾ ചെയ്യാണ്ട് ഇവന്റെ ഇന്ന് നമുക്ക് ബോൾ എടുക്കാൻ പറ്റൂല എന്നുള്ള രീതിയിലുള്ള കളിയായിരുന്നു. മാഞ്ചസ്റ്റർ ഇംഗ്ലണ്ട് കീഴടക്കി, റയൽ മാഡ്രിഡ് സ്പെയിൻ കീഴടക്കി, യുവന്റസ് ഇറ്റലി കീഴടക്കി. ഇതൊക്കെയായിട്ടുള്ള മെയിൻ വില്ലനായ ഇഞ്ചറി. ഹലോ ഗൈസ്, എല്ലാ ഫുട്ബോൾ ഫാൻസിനും എക്സ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് മെയിനായിട്ട് എടുക്കുന്ന കാരണം ഇന്ന് ഫെബ്രുവരി 5 ആണ്. ഫെബ്രുവരി 5 ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും ബെസ്റ്റ് 2 പ്ലേയേഴ്സിൻ്റെ ബർത്ത്ഡേ ആണ്. 1 നെയ്മർ ജൂനിയർ, 2 ക്രിസ്ത്യാനോ റൊണാൾഡോ. സോ അവർക്ക് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തൊരു പോഡ്കാസ്റ്റ് ആയിരിക്കും ഇന്ന്. സോ വിതൗട്ട് ഫർദർ അഡ്യൂ, ലെറ്റ്സ് ജംപ് ഇൻടു ഇറ്റ്. അതിനകത്തോട് ജമ്പിൻ ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമ്മൾ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ പോഡ്കാസ്റ്റിന് വരാനായിട്ട് നമ്മുടെ ഫാമിലിയിൽ നിന്ന് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാകുന്ന വെച്ച് ഇഷ്ടംപോലെ DM അതിന് വന്നിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ അതിൻ്റെ അകത്ത് കോഫി ബ്രേക്ക് ആയിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് DM ചെയ്തിട്ടുണ്ടായ കുറേ പേര് ഈ പറഞ്ഞ പോലെ താല്പര്യമുണ്ട്, ഇൻട്രസ്റ്റഡ് ആണ്, എപ്പോഴാണ് എന്താണെന്ന് ചോദിച്ചു. പക്ഷേ നമ്മൾ ഭയങ്കര ഇമ്മീഡിയറ്റഡ് ആയിരുന്നു. ഇന്നലെ സ്റ്റോറി ഉണ്ട്, ഇന്ന് നമുക്ക് രാവിലെ തന്നെ ഷൂട്ടിങ് ചെയ്യേണ്ട വന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ഇനിയൊരു അവസരം നമുക്ക് നെക്സ്റ്റ് ടൈം എന്തായാലും എല്ലാവരെയും സാറിനെ സെറ്റ് ആക്കാം. ഇതിപ്പോൾ കുറച്ച് പെട്ടെന്നായതുകൊണ്ടാണ്. ഇനി ജമ്പിൻ ചെയ്യാലോ ടോപ്പിക്കിലോട്ട്. ഇനി ജമ്പിൻ ചെയ്യാം. നീ തന്നെ കണ്ടിന്യൂ ചെയ്തോ. റൊണാൾഡോ ബർത്ത്ഡേ, 40 years old റൊണാൾഡോ. 40 years old. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറഞ്ഞ് വിശ്വസിക്കണം, ആഗ്രഹിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ അതങ്ങനെയല്ല. എത്ര വന്നാലും മനുഷ്യന് വയസ്സാകുമ്പോൾ അതിൻ്റേതായ കുറച്ച് ഇതുകളുണ്ടാവും. പക്ഷെ എന്നാൽ പോലും ഒരാൾ പ്രായത്തിനെ മറികടന്ന് കളിക്കുന്നുണ്ടെങ്കിൽ, ഫുട്ബോളിൽ ഒരാൾ പ്രായത്തിനെയും മറികടന്ന് വിമർശകരെ മറികടന്ന് തന്നെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറം ചെയ്യാനുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരിക്കും, അൺഡൗട്ട്ലി. തൻ്റെ 40-ാം വയസ്സിലും മിനിയാന്ന് നടന്ന കളിയിൽ പോലും ക്രിസ്ത്യാനോ ഗോൾ അടിച്ചു. ആൾക്കാർ കളിയാക്കുമായിരിക്കും, ഒട്ടക ലീഗാണ്, ക്യാമൽ ലീഗാണ്, സൗദിയാണ്, ആർക്കും പറ്റും. ഈ പറഞ്ഞ സൗദി ലീഗിൽ തന്നെ വേറെ ടോപ്പ് പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. അവരെ കൊണ്ടൊന്നും പറ്റാത്ത ക്രിസ്ത്യാനോ ചെയ്യണം, വേറെ കേസ്. പിന്നെ പോർച്ചുഗൽ നാഷണൽ ടീമിൻ്റെ അടുത്ത് തന്നെ പോലും ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് കളിക്കണം ഇപ്പോഴും ക്രിസ്ത്യാനോ തന്നെയാണ്. അതിനൊരു ഡൗട്ടേ ഇല്ല. 1-2 സീസൺ ഒന്ന് ഡൗൺ ആയി പോയെന്നും പറഞ്ഞ് ഡൗൺ ആയി. പേഴ്സണൽ സ്റ്റാറ്റ്സിൽ നോക്കിയാൽ ക്രിസ്ത്യാനോ ഡൗൺ ആയിട്ടില്ല, ക്ലബ് ലെവലിൽ ക്ലബ്ബാണ് ഡൗൺ ആയേക്കണം. എനിവേസ് ജസ്റ്റ് ലീവ് ഇറ്റ്. ഇപ്പോൾ ക്രിസ്ത്യാനോനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ പേഴ്സണലി ഫുട്ബോൾ കളി കാണാൻ തുടങ്ങിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ്റെ ഒറ്റ ഇതിലുകൊണ്ടാണ്. ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കളിച്ച സമയത്ത് യുണൈറ്റഡിനെ സപ്പോർട്ട് ചെയ്തു. അതിനുശേഷം പുള്ളി റയലിൽ പോയി, റയലിനെ സപ്പോർട്ട് ചെയ്തു. പിന്നെ യുവന്റസിൽ പോയി, യുവന്റസിനെ സപ്പോർട്ട് ചെയ്തു. അഗെയിൻ യുണൈറ്റഡ്, പിന്നെ അൽ നാസർ. അതുകൊണ്ട് തന്നെ എന്നെ നിങ്ങളെല്ലാവരും കളിയാക്കുമായിരുന്നു, നിനക്ക് സ്വന്തമായിട്ട് ക്ലബ്ബ് ഉണ്ട്, നീ ക്ലബ്ബ് മാറിക്കൊണ്ടിരിക്കണല്ലേ എന്ന്. ഞാൻ അതിലൊന്നും ഇതാക്കിയിട്ടില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഫുട്ബോൾ കളി കാണാൻ തുടങ്ങിയതും ആ കളി ആസ്വദിക്കാൻ തുടങ്ങിയതും ആ കളിയിനോടൊരു അമിതമായ ഭ്രാന്ത് തോന്നി തുടങ്ങിയതും ഒറ്റ കാരണമുള്ളൂ, ഒറ്റ വികാരമുള്ളൂ, ക്രിസ്ത്യാനോ റൊണാൾഡോ. ഒരു മനുഷ്യന് ഒരു പരിചയമില്ലാത്ത ഒരാൾ ഹാപ്പിനെസ് ആയിക്കോട്ടെ, സാഡ്നെസ് ആയിക്കോട്ടെ, എയിങ്കർ ആയിക്കോട്ടെ, ആ ഒരു ക്യൂരിയോസിറ്റി ആയിക്കോട്ടെ, ഏതൊരു തരത്തിലുള്ള ഇമോഷനും തരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ സംഭവമാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോവിന് എനിക്കത് തരാൻ കഴിഞ്ഞു. 1253 കളികളിൽ നിന്ന് 917 ഗോളും 253 അസിസ്റ്റും, അങ്ങനെ മൊത്തത്തിലെന്തോ 1202 അസിസ്റ്റും ഉള്ളൊരു കളിക്കാരൻ ഈ പറഞ്ഞതുപോലെ ഇനിയും കളിക്കണമെന്ന് ലോകത്തുള്ള എല്ലാവരും ആഗ്രഹിക്കുള്ളൂ. സാധാരണ ഞാൻ പറഞ്ഞു, ഇപ്പോൾ എല്ലാ തവണയും ബർത്ത്ഡേ വരുമ്പോൾ നമുക്കൊരു സന്തോഷം, ആഹ്ലാദം, ഒരു ഭയങ്കര ഹാപ്പിനെസ്സാണ് ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും. പക്ഷേ ആസ് എ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻ എനിക്ക് സങ്കടം, എന്താ പറയുക, സന്തോഷത്തിനേക്കാളും കൂടി സങ്കടമുണ്ട്. കാരണം അധികം നാൾ എനിക്ക് കാണാൻ പറ്റൂല. എനിക്കിപ്പോൾ 26 വയസ്സായെങ്കിൽ കഴിഞ്ഞൊരു 20-21 കൊല്ലമായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ഞാനൊരു 17-16 കൊല്ലമായിട്ട് പുള്ളീനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇനി പുള്ളീനെ അധികം നാൾ കാണാൻ പറ്റില്ല എന്ന് ആലോചിക്കുമ്പോൾ, ഇപ്പോൾ നമ്മുടെ വീട്ടിലത്തെ ഒരു മെമ്പർ നമ്മൾ ജനിച്ചപ്പോൾ തൊട്ടേ കാണുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം കാണാണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു വിഷമമുണ്ടോ? എന്നെ സംബന്ധിച്ച് എനിക്ക് അതേപോലെയാണ്. ഇത്രയും കൊല്ലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു മുഖം എനിക്ക് ഗ്രൗണ്ടിൽ അധികം നാൾ ഉണ്ടാവില്ല എന്ന് ആലോചിക്കുമ്പോൾ പുള്ളി ജീവിച്ചിട്ടുണ്ട്, അല്ലാണ്ട് വേറെ എവിടെയും പോകണമെന്നില്ല. എന്നാൽ പോലും അല്ല, അങ്ങനെയല്ല. പക്ഷേ ഞാൻ ആ ഫുട്ബോൾ കളി കാണുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ല എന്ന് പറയുമ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് ഇപ്പോൾ ഏതാ എംബാപ്പെ വന്നാലും വിനിസിയസ് വന്നാലും ആർക്കും റിപ്ലേസ് ചെയ്യാൻ പറ്റൂല.
പ്രോബബിളി ഇപ്പം എല്ലാവരും വരും. ക്രിസ്ത്യാനോന് റിപ്ലേസ്മെന്റ് ആയിട്ടുണ്ട്, മെസ്സിക്ക് ഇന്ന റിപ്ലേസ്മെന്റ് ആയിട്ടുണ്ട്, പെലയ്ക്ക് റിപ്ലേസ്മെന്റ് ആയി, മറ്റോണയ്ക്ക് റിപ്ലേസ്മെന്റ്, ആർക്കും ഒരു റിപ്ലേസ്മെന്റും ഇല്ല. എല്ലാവരും അവരുടേതായ ഇത് ആക്കിയവർ തന്നെയാണ്. അപ്പോൾ എനിക്കിപ്പോൾ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ക്രിസ്ത്യാനോയുടെ കരിയർ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അപ്സ് ഉണ്ടായിരുന്നു, അപ്സ് ആയിരുന്നു കൂടുതൽ, എന്നാലും ഡൗൺസ് ഉണ്ട്. ഈയിടെ കുറച്ച് ഡൗൺസ് ആണ്. ഡൗൺസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പ്രധാനമായിട്ട് എല്ലാവരും പറഞ്ഞ ഒരു മെയിൻ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദ കളർ ഓഫ് ക്രിസ്ത്യാനോ റൊണാൾഡോസ് വേൾഡ് കപ്പ്? ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വേൾഡ് കപ്പിൻ്റെ കളർ എന്താണെന്നാണ്. വേൾഡ് കപ്പില്ല, ഒന്നുമില്ല പറയാനായിട്ട് അതിനെക്കുറിച്ച്. പക്ഷേ അതിനകത്ത് ഇത്ര പേർക്ക് സങ്കടപ്പെടാനും വിഷമിക്കാനും മാത്രം എനിക്ക് തോന്നുന്നില്ല. കാരണം അർജന്റീന ആയിക്കോട്ടെ, ബ്രസീൽ ആയിക്കോട്ടെ, ഇവരെല്ലാവരും ഫുട്ബോളിംഗ് ലെജൻസ്, ഫുട്ബോളിംഗ് വേൾഡ് കപ്പും ഹിസ്റ്ററിയും ഉള്ള, എന്താ പറയുക, എപ്പോഴും ഒരു ഫുട്ബോളിംഗ് സൂപ്പർ സ്റ്റാർസിനെ ക്രിയേറ്റ് ചെയ്ത രണ്ട് കൺട്രീസാണ്. അവരോടൊപ്പം ഒന്നുമില്ലാണ്ടിരുന്നൊരു കൺട്രീനെ ആ ഒരു ലെവലിലേക്ക് എത്തിച്ച, വേൾഡ് കപ്പ് എന്നൊരു ട്രോഫി സ്വപ്നം കാണാൻ ഞാൻ പറയുന്നത് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒറ്റൊരാളുടെ ഇതുകൊണ്ടാണ്. ഒരു ട്രോഫി ഇല്ലാണ്ട് ഒന്നുമില്ലാണ്ട് ഇടന്നൊരു രാജ്യത്തിന് 2 ട്രോഫി നേടിക്കൊടുത്ത് എല്ലാം ആക്കി കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ആ ഒരു കൺട്രീനെ ആ ഒരു കൺട്രി ആക്കി മാറ്റിയത് തന്നെ ഈ ഒരൊറ്റ വ്യക്തിയാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോ. ഐ മീൻ ഫുട്ബോളിംഗ് ടേംസ് അങ്ങനെ കൊണ പറയല്ലേ. ഫുട്ബോളിംഗ് വേൾഡിൽ ഫുട്ബോളിംഗ് ടേംസിന് പോർച്ചുഗലിനെ ഒരു സൂപ്പർ പവർ ആയിട്ട് കാണാൻ തുടങ്ങിയതും ഒരു മെയിൻ ശക്തിയായിട്ട് കാണാൻ തുടങ്ങിയതും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ രീതി തന്നെയാണ്. ഇല്ലാന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ പോർച്ചുഗൽ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരു ലോഡ് സ്റ്റാർ പ്ലേയേഴ്സ് ഉണ്ട്, ഈ ജനറേഷൻ ഇപ്പൊ ഉണ്ട്. പക്ഷേ ഒരു 2010 തൊട്ട് അതിന് മുമ്പാണ് ഞാൻ പറഞ്ഞത്. ക്രിസ്ത്യാനോ റൊണാൾഡോ 2010 ശേഷം ഒരു 2018 വരെ എടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ ക്രിസ്ത്യാനോ റൊണാൾഡോ മാത്രമേ ഉള്ളൂ ഈ പോർച്ചുഗലിനെ തോളത്ത് കയറ്റി നടത്തിയതും കൊണ്ടുപോയതും പിടിച്ചതും വെക്കാനായിട്ട്. ആവറേജ് പ്ലേയേഴ്സ് ആണ്. അവിടെ പെപ്പെ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ആരും എല്ലാ ആവറേജ് പ്ലേയേഴ്സ് ആണ്. അത്ര സൂപ്പർ ക്ലാസ് പ്ലേയേഴ്സ് ഇപ്പോൾ ഉള്ള ബ്രൂണോയോ ബെർണാഡോസ് കൊറേസ്മ ഞാൻ ആയിക്കോട്ടെ. പക്ഷേ പറഞ്ഞ പോലെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ എടാ അല്ല ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബ്രൂണോ, ബെർണാഡോ സിൽവ, കാൻസലോ, റൂബൻ ഡിയാസ്, അങ്ങനെ ലോഡ് പ്ലേയേഴ്സ് ഉണ്ട്. ആ സമയത്ത് അതൊന്നും ഇല്ല. ഈ പറഞ്ഞ ഞാനാണെങ്കിലും ഞാനിക്കുന്ന അത്ര പ്രൈമേഴ്സ് ഉണ്ടായിട്ടില്ല. കൊറേസ്മ ആണെങ്കിലും ഇപ്പൊ ഇടക്ക് 1.5 ഗോൾ അടിക്കും, മറ്റേ ഗോൾ അടിക്കും. അപ്പോ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ക്രിസ്ത്യാനോയുടെ കരിയർ പാത്ത് എടുത്തു കഴിഞ്ഞു. ഞാൻ ഒന്നും കൂടി പറയണ, മാഞ്ചസ്റ്റർ, ഇംഗ്ലണ്ട് കീഴടക്കി, റയൽ മാഡ്രിഡ്, സ്പെയിൻ കീഴടക്കി, യുവന്റസ്, ഇറ്റലി കീഴടക്കി, യൂറോപ്യൻ ഫുട്ബോൾ മൊത്തത്തിൽ കീഴടക്കി. ക്രിസ്ത്യാനോ കീഴടക്കാത്ത ഒരു ഘടകം ഉണ്ടെങ്കിൽ അത് വേൾഡ് കപ്പ് മാത്രമാണ്. ആ വേൾഡ് കപ്പ് നേടിയില്ല എന്നും പറഞ്ഞ് ട്രോളേണ്ടവർക്ക് ട്രോള, ഊക്കേണ്ടവർക്ക് ഊക്കാം, തെറി പറയേണ്ടവർക്ക് തെറി പറയാം. പക്ഷേ അതൊന്നും ആ ഒരൊറ്റ ട്രോഫി നേടിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ആരും അല്ലാണ്ട് ആവൂല. ഫുട്ബോളിങ് ശരീരം എടുത്ത് എന്താ പറയുക, ഫുട്ബോളിങ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാവും. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലാണ്ട് ഒരു ഹിസ്റ്ററി ഇല്ല, അതിനൊരു ഡൗട്ടും ഇല്ല. ലോകം കണ്ട ഏറ്റവും ബെസ്റ്റ് ടോപ്പ് 5 പ്ലേയേഴ്സ് എടുത്താൽ ക്രിസ്ത്യാനോ ഉണ്ടാവും, ടോപ്പ് 3 എടുത്താലും ക്രിസ്ത്യാനോ ഉണ്ടാവും. ഡിബേറ്റ് ഉണ്ടാവും, ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനോനെ പറയാത്തവരുണ്ടാവും, മെസ്സിനെ പറയാത്തവരുണ്ടാവില്ല. നിനക്ക് എത്ര പേര് വേണം? നിന്റെ അടുത്തൊക്കെ ഞാൻ എന്ത് പറയാനാണ്? എത്ര പേര് വേണമെങ്കിലും ഉണ്ടാവും. കാരണം അർജന്റീന കേസ് തോന്നി, അർജന്റീനയിൽ പോയിട്ട് ബെസ്റ്റ് പ്ലെയർ ആരാന്ന് ചോദിച്ചാൽ മെസ്സിനെക്കാളും കൂടുതൽ മറഡോണ എന്ന് പറയുന്ന ആൾക്കാർ, അത് നിനക്കറിയോ? ഇപ്പോഴും പറയുന്നുണ്ട്. കാരണം മറഡോണ 2 വേൾഡ് കപ്പ് ഇപ്പൊ മോടാ, ഇപ്പോഴും മെസ്സിനേക്കാളും ബെറ്റർ പ്ലെയർ മറഡോണ എന്ന് പറയുന്നവരുണ്ട്. അതാ പറഞ്ഞ നീ വെറുതെ എന്നാലും ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെയല്ല. ഇപ്പൊ ടോപ്പ് 2 കൊടുത്തു കഴിഞ്ഞാൽ മെസ്സി വരൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിംഗ് ടേംസ് ആൻഡ് കണ്ടീഷനിൽ അത് മെസ്സി പറയാത്തവരുണ്ട്, അങ്ങനെ ഞാൻ പറഞ്ഞു. അവർക്ക് ഇപ്പൊ ഈ മെസ്സിനെ സംബന്ധിച്ചിടത്തോളം മെസ്സി നേടാനൊന്നുമില്ല. മറ്റേ ക്രിസ്ത്യാനോ റൊണാൾഡോന് ഇപ്പൊ വേൾഡ് കപ്പ് എന്നുള്ളൊരു ഘടകം വെച്ച് മാത്രമാണ് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാ നേടിയോട് കളിക്കാരനാണ് റൊണാൾഡോ. ശരി, ഈ പെലേനെ വേൾഡിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് പ്ലെയർ എന്ന് പറയുന്നത്. പെലെ യൂറോപ്പിൽ കളിച്ചിട്ടുണ്ടോ? യൂറോപ്പിൽ കീഴടക്കിയിട്ടുണ്ടോ? വേൾഡ് കപ്പ് മാത്രമല്ലേ അടിച്ചിട്ടുള്ളൂ? 3 ആയിക്കോട്ടെ, വേൾഡ് കപ്പ് മാത്രമല്ലേ അടിച്ചുള്ളൂ. പക്ഷെ ടോപ്പ് പ്ലെയർ എന്ന് പറയണില്ലേ? അപ്പോ ഒരാൾ ഒരു ട്രോഫി നേടി മറ്റൊരാൾ മറ്റൊരു ട്രോഫി നേടിയില്ല എന്നും പറഞ്ഞ് അയാൾ ടോപ്പ് പ്ലെയർ അല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ക്രൈഫിനെ ബെസ്റ്റ് പ്ലെയർ എന്ന് പറയുന്നവരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ ബഫണ പ്ലെയർ എന്ന് പറയുന്നവരുണ്ട്. ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവാണ്. ഇപ്പൊ നീ ഇപ്പൊ ഊക്കി, നിനക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോനെ ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ നീ പറഞ്ഞ സൂപ്പറെ നീ വിഷം ചീറ്റിക്കല്ലേ. നിന്റെ ഇപ്പത്തെ ഈ പോഡ്കാസ്റ്റ് കണ്ടവർക്ക് തന്നെ മനസ്സിലാവും നിനക്ക് എന്തോരം ഹേറ്റഡ് ഉണ്ടെന്ന് നിനക്ക് ക്രിസ്ത്യാനോനെ. എന്താണ് എനിക്ക് കാരണം ഞാനിവിടെ കൊണ പറയാനോ ട്രോള് പറയാനോ ഞാൻ പറയണത്, ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നമ്പർ 2 കളിക്കാരൻ അത് റൊണാൾഡോ ആണ്. ഞാൻ ആർക്കും ആ ചാൻസ് ആർക്കും കൊടുത്തിട്ടില്ല. നിന്റെ നല്ല മനസ്സിന് പടച്ചോൻ തന്നെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് അല്ലാണ്ട് ഒന്നും പറയാനില്ല. അതെ.
അതിനോട് അപ്പൊ കൊണ പറഞ്ഞോണ്ട ഞാൻ ഇപ്പൊ പറഞ്ഞതെന്ന് പറഞ്ഞാൽ താൻ കളിച്ച 4 ലീഗ് ഈ പറഞ്ഞതുപോലെ ഇംഗ്ലണ്ട്, സ്പെയിൻ, ഇറ്റലി, സൗദി കൂട്ടാണ്ടിരിക്കാൻ എനിക്ക് പറ്റൂല. അതുകൊണ്ടാണ് സ്പോർട്ടിംഗ് കൂട്ടണോ? അല്ല സ്പോർട്ടിംഗ് കൂട്ടാൻ പറ്റില്ല. കാരണം സ്പോർട്ടിംഗ് ക്രിസ്ത്യാനോ 30 കളി ആകപ്പാടെ കളിച്ചിട്ടുള്ളൂ. അപ്പോൾ അല്ല ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ താൻ കളിച്ച 4 ക്ലബ്ബുകൾക്കും വേണ്ടി പ്രീമിയർ ലീഗ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, റയൽ മാഡ്രിഡ് ലാ ലീഗ, യുവന്റസ് ഇറ്റാലിയൻ ലീഗ്, അതേപോലെ തന്നെ അൽ നാസർ സൗദി ലീഗ്, ഈ 4 ക്ലബ്ബുകളിലും എന്താ പറയുക അതാത് സീസണുകളിൽ ടോപ്പ് സ്കോറർ ആയിട്ടുണ്ട്. പിന്നെ ഈ 4 ക്ലബ്ബുകൾ ഒഴിച്ച് ബാക്കി 3 ക്ലബ്ബുകൾ എടുത്ത യൂറോപ്പിൽ യുവന്റസ് ആയിക്കോട്ടെ, റയൽ മാഡ്രിഡ് ആയിക്കോട്ടെ, യുണൈറ്റഡ് ആയിക്കോട്ടെ, ഈ 3 ക്ലബ്ബുകൾക്കും വേണ്ടി 100 ഗോളുകൾ 3 ക്ലബ്ബുകൾക്ക് വേണ്ടി നേടുന്ന ഏക പ്ലെയറാണ്. പിന്നെ അതേപോലെ തന്നെ 3 ലീഗുകളിലായിട്ട് ഗോൾഡൻ ബൂട്ട് നേടാൻ ഏക പ്ലെയറാണ്. ഇൻഡിവിജ്വൽ ഗോൾ എന്നാണ് ഞാൻ ഇതിൽ കൂടി ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന് നേടാനുള്ള എല്ലാം നേടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും വിമർശനത്തിന് കുറവില്ല. ഇല്ല, മെസ്സിക്ക് വിമർശനമില്ല. എന്തുകൊണ്ട്? എളിപ്പില്ല. പക്ഷെ ഇപ്പോഴും ക്രിസ്ത്യാനോ വിമർശിക്കണം എന്തുകൊണ്ടാ? എനിക്കിപ്പോ ഒരൊറ്റ ഫാക്ടർ എനിക്ക് അത് മാത്രം തോന്നുന്നുള്ളൂ. അല്ല, വേൾഡ് കപ്പ് നേടിയില്ല, ശരി, സമ്മതിച്ചില്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷേ ആ വേൾഡ് കപ്പ് പെർഫോമൻസും സ്റ്റാർ ലെവലിൽ ആ സമയത്ത് ക്രിസ്ത്യാനോ മൊത്തത്തില് മോശമായിരുന്നു. ഇല്ലാന്ന് ആരും പറഞ്ഞില്ല. കാരണം യുണൈറ്റഡിലാണെങ്കിലും ടെൻ ഹാഗ് ആയിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളായിരുന്നു. ക്രിസ്ത്യാനോട് ഒരു മോൻ മരിച്ച്, പിന്നെ അതേപോലെ തന്നെ വേൾഡ് കപ്പിലാണെങ്കിലും കോച്ചായിട്ട് പ്രശ്നങ്ങളുണ്ട്. ആ ടീമിൽ നമ്മെ മൊത്തത്തിലാക്കണം. അതുകൊണ്ട് പുള്ളിക്കാരൻ ഒറ്റ കുറ്റം പറയാൻ പറ്റൂല. പക്ഷെ അപ്പോഴും ഞാൻ പറയണെന്ന് പറഞ്ഞാൽ എടാ ഒരു ട്രോഫി പോലും ഇല്ലാത്ത ഒന്നുമില്ലാത്തൊരു ടീമിന് വേൾഡ് കപ്പ് എന്നിട്ട് ട്രോഫി നേടാൻ സ്വപ്നം കാണിച്ചില്ലേ? ഒരു ചെറിയ സംഭവമല്ല അത്. ഇന്നലെ നാളെ ഭാവിയിൽ എല്ലാവരും അംഗീകരിക്കും. പിന്നെ അതെല്ലാരും അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ടല്ലേ ആ എയർപോർട്ടിന് അവന്റെ പേരല്ലേ ഇട്ടേക്കണം. ഇപ്പോഴും എന്താ പറയാ, അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ടാലന്റഡ് ആയിട്ടുള്ള, ബ്ലെസ്ഡ് ആയിട്ടുള്ള, സ്കിൽഫുൾ ആയിട്ടുള്ള പ്ലേയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു ലോഡ് കാറ്റഗറി ഉണ്ടാവും. പെലെ, മറഡോണ, മെസ്സി, റൊണാൾഡീനോ, സിദാൻ, നെയ്മർ, ഇഷ്ടംപോലെ പ്ലേയേഴ്സ് ഉണ്ടാവും. പക്ഷെ അപ്പുറത്ത് ഒരു സൈഡുണ്ട് ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക്, പ്യുവർ മൈൻഡ് മെൻറ്റാലിറ്റി. അത് വെച്ച് ഇന്ന് ആ ഒരു ടോപ്പ് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റപ്പേരുള്ളൂ ക്രിസ്ത്യാനോ റൊണാൾഡോ. അതിനൊരു ഡൗട്ടും ഇല്ല. അതേപോലെ തന്നെ ഒരു ജനറേഷനെ മൊത്തം ഇൻഫ്ലുവൻസ് ചെയ്ത് ആസ്പയർ ചെയ്ത് ഡ്രീം ചെയ്യാൻ വേണ്ടി സെൽഫ് ബിലീവ് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചൊരു പ്ലെയർ ഉണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ളൂ. അതേപോലെ ഒരു പ്ലെയർ ഫുട്ബോൾ ചരിത്രത്തിൽ നിന്നല്ല, ലോക ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. ലോകത്തിൽ തന്നെ ചിലപ്പോൾ ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്ത മറ്റൊരു വ്യക്തി ഉണ്ടാവില്ല. ഇൻ ടേംസ് ഓഫ് ഫുട്ബോളിങ്, ഇൻ ടേംസ് ഓഫ് ബിലീവിങ് ഇൻ ദംസെൽവ്സ്, ഇൻ ടേംസ് ഓഫ് ഫുട്ബോൾ അല്ല. അതല്ല ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ പറഞ്ഞ ഇത്ര ഹേറ്റഡ് നടത്താനും ട്രോൾ നടത്താനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ എപ്പോഴും പുള്ളിക്കാരൻ ബെസ്റ്റാണ്, പുള്ളിക്കാരൻ ഈസ് ദ ആബ്സലൂട്ട് ബെസ്റ്റ് എന്നും കൂടി പറയും. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്നലെയും കൂടി അവർ ഇൻ്റർവ്യൂ പറയുന്നുണ്ടായി, ഐ എം ദ മോസ്റ്റ് ബെസ്റ്റ് കംപ്ലീറ്റ് ഫുട്ബോൾ പ്ലെയർ എവർ. അത് പുള്ളിക്കാരൻ്റെ പെർസ്പെക്റ്റീവാണ്. പുള്ളിക്കാരൻ അതിൻ്റെ ഒപ്പം പറയണമുണ്ട് ഈ പറഞ്ഞതുപോലെ ഐ റെസ്പെക്ട് മെസ്സി, ഐ റെസ്പെക്ട് മറഡോണ, ഐ റെസ്പെക്ട് പെലെ. പക്ഷേ അതും പറഞ്ഞ് പുള്ളിക്കാരൻ്റെ മൈൻഡിൽ പുള്ളിക്കാരൻ ബെസ്റ്റായിട്ട് കണ്ടതുകൊണ്ടാണ് പുള്ളിക്കാരൻ ആ ലെവലിൽ നിൽക്കുന്നത്. മെസ്സിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം, മറഡോണയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇടാം, നെയ്മർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇടാം, ആരും കുറ്റം പറയണില്ല. പക്ഷെ പുള്ളിയുടെ ഇതിൽ പുള്ളിയാണ് ബെസ്റ്റ്. കാരണം പുള്ളി നോക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഹെഡേഴ്സ് ഇൻ ഫുട്ബോൾ, ബെസ്റ്റ് വീക്ക് ഫുട്ട്, ബെസ്റ്റ് റൈറ്റ് ഫുട്ട്, ഡ്രിബിൾ ചെയ്യും, ഫ്രീ കിക്ക് അടിക്കും, ഷൂട്ട് ചെയ്യും, പേസിലോടും, സ്കിൽസ് വേണം. ഒരു ഏതൊക്കെ ബോക്സൊക്കെ ടിക്ക് ചെയ്യണോ ആ ബോക്സ് എല്ലാം ക്രിസ്ത്യാനോ റൊണാൾഡോ ടിക്ക് ചെയ്യും. സോ ക്രിസ്ത്യാനോ റൊണാൾഡോനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ നിർത്തൂല. ഈ പോഡ്കാസ്റ്റും പറ്റൂല, ചിലപ്പോ അല്ല എനിക്ക് അത്രയ്ക്കും പറയാനുണ്ട്, വർണ്ണിക്കാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫുട്ബോൾ കളി കാണാൻ തുടങ്ങിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ ദോസ് സാന്റോസ് അവേറോ, ഞങ്ങളുടെ സ്വന്തം CR7, ഞങ്ങളുടെ അണ്ണൻ, ഞങ്ങളുടെ റോണോയുടെ കാരണം കൊണ്ടാണ്. പുള്ളി യുണൈറ്റഡിൽ കളിച്ചപ്പോൾ യുണൈറ്റഡിനെ സപ്പോർട്ട് ചെയ്ത്, റയലിൽ കളിച്ചപ്പോൾ റയലിനെ സപ്പോർട്ട് ചെയ്ത്, യുവന്റസിൽ കളിച്ചപ്പോൾ യുവന്റസിൽ സപ്പോർട്ട് ചെയ്ത്, അൽ നാസറിൽ കളിക്കുന്ന അൽ നാസറിനെ സപ്പോർട്ട് ചെയ്യണം. നാളെ ഇനിയിപ്പോൾ വേറെ ഏത് ക്ലബ്ബിൽ പോയാലും അവിടെയും സപ്പോർട്ട് ചെയ്യും. കാരണം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനി ക്രിസ്ത്യാനോ റൊണാൾഡോ വേൾഡ് കപ്പ് നേടണം, അങ്ങനെ ബാലൻ ഡ്യൂർ അടിക്കണം, അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. എന്തോരം നാളെ പുള്ളിക്കാരനെ ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നുള്ള ഒറ്റ കൊതിയ ആഗ്രഹമുള്ളൂ. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനോ നാളെ പാകിസ്ഥാനിൽ പോയി കളിച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ ക്ലബ്ബ് ഏതാന്ന് തപ്പി കണ്ടുപിടിച്ച് ആ ക്ലബ്ബിനെ ഞാൻ സപ്പോർട്ട് ചെയ്യും. കാരണം എനിക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ വേറെ എന്തോ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 വയസ്സായി നിൽക്കുമ്പോഴും ഇനിയൊരു 10 കൊല്ലം കൂടി കാണാൻ കഴിയട്ടെ. കാരണം ഞാൻ ആഗ്രഹിക്കണം അങ്ങനെയാണ്. കാരണം എനിക്ക് പുള്ളിയില്ലാത്തൊരു ഫുട്ബോൾ ലോകം എനിക്ക് ചിന്തിക്കാൻ പറ്റൂല. ആസ് എ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻ എനിക്ക് അവിടെ റിയാലിറ്റി ഫാൻ എന്ന് ചിന്തിച്ചു നോക്കിയേ.
എന്തുകൊണ്ട് ക്രിസ്ത്യാനോ കളിച്ചുകൂടാ? 50 വയസ്സ് വരെ. യെസ്, ഓ മൈ ഗോഡ്. കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചൂടെ? അതാണ് എന്തുകൊണ്ട് കളിച്ചുകൂടാ. സിമ്പിൾ ആയിട്ട് ഞാൻ കേസ് ഒറ്റ കേസ് ഞാൻ ചോദിക്കാം. ക്രിസ്ത്യാനോയുടെ അത്രയും ഫിറ്റ് ആയിട്ടുള്ള ഒരു ISL പ്ലെയറിന് പറഞ്ഞുതരും. ഇല്ല, ഫിറ്റസ്റ്റിന്റെ ഒന്നല്ല, അവനായി ഹങ്കർ വേണം, മനസ്സിലായോ? അടുത്തൊരു ഡെക്കേഡും കൂടി കളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചീവ് ചെയ്തിട്ട് ക്രിസ്ത്യാനോന്റെ ആവശ്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ സമ്പാദിക്കാനുള്ളത് സമ്പാദിച്ചു. ഈ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് പ്ലെയർ ആണ് ഇപ്പോഴും നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഫുട്ബോൾ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോന് ഫുട്ബോൾ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഫുട്ബോളിൽ ഒരു മിസ്സിംഗ് ഉണ്ടാവുള്ളൂ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലെങ്കിൽ. പക്ഷെ അപ്പോഴും എന്താ പറയാ, നീ പറഞ്ഞ പോലെ ആ ഒരു വേൾഡ് കപ്പ് മാത്രമേ ഇല്ലാത്തുള്ളൂ പുള്ളിക്ക്. ഇപ്പൊ വേൾഡ് കപ്പ് ഇല്ലെങ്കിലും തെളിയിക്കാനുള്ളവരെല്ലാം തെളിയിച്ചതാണ്, നേടാനുള്ളതെല്ലാം നേടിയതാണ്. സോ വാട്ട് മോർ, നത്തിങ് എൽസ്, അത്രേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി അതും പറഞ്ഞ് എനിക്ക് ചിലപ്പോ കരച്ചിന് വിഷമം. എടാ വേറൊന്നുമല്ല, ഞാൻ നീണ്ട പാരഗ്രാഫ് ഇട്, ഇവിടെ ഇത്രയും മതി. നീണ്ട പാരഗ്രാഫ് അല്ലല്ല, ഒരു എടാ അതല്ല, ഒരു പരിചയമില്ലാത്തൊരു മനുഷ്യന് നമ്മളെ സങ്കടപ്പെടുത്താൻ, സന്തോഷിപ്പിക്കാൻ, ദേഷ്യപ്പെടുത്താൻ, എന്താ പറയാ, ഒരു മനുഷ്യനുള്ള എല്ലാ വികാരവും ഒരേപോലെ തരാൻ കഴിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പുള്ളിക്കാരൻ ലോകത്തിന്റെ ഏതോ അറ്റത്താണ് നിൽക്കണം. നമ്മളിവിടെ TV കൂടി കണ്ടുകൊണ്ട് ആ ഒരു ഇമോഷൻസ് ഒക്കെ ബൈപ്പാസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരും കൊണ്ട് പറ്റണ കാര്യമല്ല. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ ഞാൻ ക്ലോസ് ഫ്രണ്ട്സിൽ എഴുതിയിടും, ഇനി എഴുതിയിടും. മെസ്സേജ് ചെയ്യാൻ പറ്റിയ എൻ്റെ ഫോണിൽ നിന്ന് മെസ്സേജ് ചെയ്യാൻ പറ്റില്ല, ഞാൻ വേറെ ആരെങ്കിലും ഫോൺ എടുത്തിട്ട് ഞാൻ പേഴ്സണൽ മെസ്സേജ് അയക്കും. ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും, ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്കിപ്പോ കഴിഞ്ഞ ഞാൻ ഇപ്പോൾ ക്രിസ്ത്യാനോനെ കണ്ടപ്പോൾ കുറച്ച് ദൂരെ കണ്ട്, എനിക്ക് പിന്നെ അടുത്ത് പോയി കാണണമെന്നുണ്ട്. ഞാൻ പോയി കാണുകയും ചെയ്യും. കാണാൻ ഇത് വരട്ടെ, അവസരം തരട്ടെ. എല്ലാവിധ ആശംസകളും. ക്രിസ്ത്യാനോയുടെ ഒരു കേസ് എടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ക്രിസ്ത്യാനോ യുണൈറ്റഡിന്റെ ജേഴ്സി കാണണമെന്നാണ്. 2008-2009 ആ കാലഘട്ടത്തിൽ നമുക്ക് വലിയ സംഭവമായിട്ട് കാണാൻ പറ്റിയില്ല. ചെറിയ കുറച്ച് കളികളെ കണ്ടിട്ടുള്ളൂ. അതാണ് അപ്പോ ചെറിയ നമ്മൾ പിള്ളേരാണല്ലോ. അപ്പോൾ റെയിലിൽ കളിച്ച സമയത്തൊക്കെ പഴയ വീഡിയോ കാണുമ്പോൾ ഒന്നാം ജേഴ്സി കാണാൻ പറ്റിയെങ്കിൽ കൊതിക്കും. അപ്പോൾ യുവന്റസിൽ നിൽക്കുന്ന സമയം യുവന്റസിൽ നിന്ന് വിടണമെന്ന് പോയപ്പോൾ ഫുൾ റൂമറാണ് ഗോയിങ് ബാക്ക് ടു യുണൈറ്റഡ്. പക്ഷെ അപ്പം നിന്നത് സിറ്റിയിലോട്ട് പോകുന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷേ യുണൈറ്റഡിലോട്ട് തിരിച്ചു വന്ന ആ മൊമെന്റ്, ആ ഫസ്റ്റ് കളി ന്യൂ കാസിലായിട്ട് കളിച്ച് ആ 2 ഗോൾ അടിച്ചപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് ക്രിസ്ത്യാനോയുടെ കുറേ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പേഴ്സണലി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരൊറ്റ മൊമെന്റ് ആയിരിക്കും. യുണൈറ്റഡിലോട്ട് ക്രിസ്ത്യാനോ തിരിച്ചു വന്ന ആദ്യത്തെ കളി 2 ഗോൾ അടിച്ച് ആ ഒരു ഓൾഡ് ട്രാഫോർഡിൽ അടിച്ച്. പക്ഷെ അതിനുശേഷം പോയി. അതിനുശേഷം ഡിപ്പാണ്. പക്ഷെ ഇപ്പായി. പിന്നെ അവന് അവന്റെ ഒരു സ്റ്റാറ്റസിനുള്ള ഒരു ഇത് കൊടുക്കുന്നുണ്ടല്ലോ, റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ ലീഗ് എല്ലാവരും ക്രിസ്ത്യാനോ ഒരേപോലെ കാണുന്നുണ്ട്. അത് ഓക്കെ. ലീഗ് പൊക്കിയെടുത്തോണ്ട് സൗദി ലീഗ് ഉണ്ടെന്നുള്ള അറിയും. നമ്മളൊക്കെ അറിയണത് ഈ ഒരു ഒരാൾ പറഞ്ഞു. ഈ പറഞ്ഞ ട്രാൻസ്ഫർ മൊത്തം നടക്കണത് ഈ ഒരാള് ആദ്യം പോയതാണ്. ഞാനിപ്പോ എന്താ പറയാ, ക്രിസ്ത്യാനോ പകരം വേറെ ആരുമെങ്കിലും ആ ഇമ്പാക്ട് ഉണ്ടാവൂല, ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവൂല. ആർക്കും ആ ലീഗിനെ അങ്ങനെ പൊക്കിയെടുക്കാൻ പറ്റൂല. അപ്പൊ സൗദി എന്തോരം കാശ് കൊടുക്കി ബാക്കിയുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവന്നാലും ഈ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ മനുഷ്യനെ പറ്റുള്ളൂ. ഇനിയിപ്പോ നമ്മുടെ ISL പോന്നിട്ടുണ്ടെങ്കിൽ തന്നെ ക്രിസ്ത്യാനോ തന്നെ. എത്ര പ്ലേയേഴ്സ് കളിച്ചിട്ടുണ്ട്, ലെജൻസ് എത്ര പേര് കളിച്ചിട്ടുണ്ട്. റോബർട്ടോ കാർലോസ്, കമ്പയറബിൾ ആണ് റൊണാൾഡോന്റെ ഒക്കെ വെച്ചിട്ട്. പുള്ളിക്കാരന്റെ ഇൻഫ്ലുവൻസ് ലോകത്ത് ഒരാൾക്ക് എവിടെയും കൊണ്ടുവരാൻ പറ്റൂല. ശരിയാ, അങ്ങനെ അംഗീകരിക്കുന്നു. ഞാൻ ഇനി അതൊന്നും പറഞ്ഞിരിക്കാം. നെയ്മർ പറയാൻ സമയത്ത് ഇത് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഫേവറേറ്റ് ഗോൾസ് ഇതൊക്കെ പറയാനുണ്ട്. അപ്പൊ ഇപ്പൊ എന്തായാലും നെയ്മർ പറട്ടെ. അതെ, നമ്മള് അടുത്തെന്ന് വെച്ചാൽ അറിയാം, February 5 റൊണാൾഡോ, അത് കഴിഞ്ഞാൽ നെയ്മർ, സുൽത്താൻ അല്ലേ, കാരണം നമ്മളിപ്പോൾ ഇരുന്നിട്ട് നമുക്ക് ഗോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ടോപ്പ് 2 വെക്കുന്ന 2 കളിക്കാരാണ്. ഒരു പക്ഷേ ഇഞ്ചറി ഇല്ലായിരുന്നെങ്കിൽ നെയ്മർ ആ ലെവലിൽ എത്തേണ്ട ഒരു കളിക്കാരനാണ് അല്ലേ. ടോപ്പ് 2 എന്നുള്ളത് ടോപ്പ് 3 ആക്കേണ്ടി വന്നേ അൺഡൗട്ടഡ്ലി. കാരണം അത്രയും ബ്ലസ്സഡ് കളിക്കാരൻ. പിന്നുള്ളൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സപ്പോസ് ഇപ്പൊ നമുക്കും അറിയാം, മെസ്സി ക്രിസ്ത്യാനോ 35 കഴിഞ്ഞ് റിട്ടയറിങ് ഏജിലാണ്.
നെയ്മർ ഇപ്പോഴും ഇഞ്ചറീസിലാണ്ട് പ്രൈമിലായിരുന്നെങ്കിൽ നെയ്മറിന്റെ ഒരു കോമ്പറ്റീഷൻ ഇല്ല. ഈ പറഞ്ഞ മെസ്സിയുടെയും ക്രിസ്ത്യാനോയുടെയും ബാലൻഡിയർ റെക്കോർഡിന് ഒപ്പം നെയ്മർ എത്തിയാണ്. ഇപ്പോഴും കരിയർ എന്നാണ് പീക്ക് ടൈമാണ്. അപ്പൊ സലക്ക് എത്ര വയസ്സായി? നമ്മ കൂട്ടിയാൽ തുടങ്ങി സംസാരിച്ചത് സലക്ക് 34, 32 എന്തോ ആയിട്ടുള്ളൂ. 14 വയസ്സിൽ സല ബെസ്റ്റ് പ്ലെയർ ആയിട്ട് നിൽക്കണം. നെയ്മറിന് വേണമെങ്കിൽ ഇഞ്ചറി മാത്രമല്ലടാ, ബ്രസീലിയൻ പ്ലേയേഴ്സിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ എടുത്തു കഴിഞ്ഞാൽ അതാണ് പ്രശ്നം. നമ്മൾ ആദ്യം ഞാനൊന്ന് പൊക്കട്ടട, നീ എന്താണ് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട്. അതെ, ഇപ്പൊ സാന്റോസിൽ വന്ന ഡെബ്യൂ, ആ ഡെബ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാല് 2-3 സീസൺ കഴിഞ്ഞ് അവിടെ വന്ന് സാന്റോസ് എന്നുള്ള ചെറിയ ക്ലബിൽ വന്ന് ബാലൻഡിയോർ നോമിനേഷനിൽ കയറി, പുസ്കസ് എന്നുള്ള അവാർഡ് വന്ന് ഒരു എമർജിങ് കളിക്കാരൻ, ഒരു വണ്ടർ കിഡ് എന്നുള്ള ഒരു സ്ഥാനം നേടി. അത് കഴിഞ്ഞ് 2014 വേൾഡ് കപ്പ്, അതും സ്വന്തം നാടായ ബ്രസീലിൽ വെച്ച് തകർപ്പൻ പെർഫോമൻസ് എന്ന് വെച്ചാൽ തകർപ്പൻ പെർഫോമൻസ്. ലാസ്റ്റ് മിനിറ്റ് ഗോൾ അഗെയിൻസ്റ്റ് കൊളംബിയ, ഫ്രീ കിക്ക് ഗോൾ അഗെയിൻസ്റ്റ് കൊളംബിയ, 4 ഗോള് എന്ന് വെച്ചാൽ കത്തി നിൽക്കുന്ന സമയം. 7 ഗോൾ തിരിച്ചു. അത് പറയല്ലേ, അവിടെ വന്ന് അവിടെ അവന്റെ മെയിൻ വില്ലനായിട്ട്, അവന്റെ കരിയറിലെ മെയിൻ വില്ലനായ ഇഞ്ചറി തിരിച്ചു വന്ന് അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഔട്ടായി. അവിടെ നിന്ന് ഒരു ഇഞ്ചറിക്ക് അതന്നെ ഇഞ്ചറിയുടെ സ്റ്റാർട്ട് അവിടെ നിന്ന് തുടങ്ങി. അത് കഴിഞ്ഞാൽ ശക്തമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. 14-15 സീസണിൽ ബാർസലോണ ട്രബിള് നേടാൻ സഹായിച്ച്, അതിലെ മെയിൻ കളിക്കാരൻ, അതിൽ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഗോള്. അത് കഴിഞ്ഞ് 2016 ഈ പറഞ്ഞ പോലെ ഒളിമ്പിക്സ് ഗോൾഡ് മെഡൽ ഫസ്റ്റ് ബ്രസീലിന് നേടിക്കൊടുക്കുന്നു. ഡിസീസീവ് പെനാൽറ്റി, ആ കളി തന്നെ ഫൈനലിൽ ജർമ്മനിക്കെതിരെ ഗോള്. അത് കഴിഞ്ഞ് 2017 UCL തന്നെ ചരിത്രത്തിലെ ഏറ്റവും ബെസ്റ്റ് കംബാക്ക്. അത് കഴിഞ്ഞ് ഒരു സസ്പെൻസ്, വേൾഡിന് ഏറ്റവും വലിയ സസ്പെൻസ് 222 മില്യൺ. അതെന്ന് വെച്ചാൽ അത്രയും കളി കളിച്ചിട്ട് അവിടുന്ന് നമുക്ക് അത്രയും മെയിൻ കളിക്കാരനായി വന്ന് ഒറ്റയടിക്ക് ക്ലബ്ബ് വിടാനുള്ള തീരുമാനം. റെക്കോർഡ് എന്ന് വെച്ചാൽ ആ റെക്കോർഡ് എനിക്ക് തോന്നുന്നുണ്ടോ അടുത്തൊരു 10 വർഷം 15 വർഷത്തിലേക്ക് തകർക്കാൻ പറ്റിയൊരു കളിക്കാരുണ്ടോ എന്നുള്ളത്. യൂറോന്റെ വില ഇടിഞ്ഞ് ചിലപ്പോൾ നടക്കും. അതെ, അത് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, പണ്ടെന്ന് പറഞ്ഞാൽ 100 മില്യൺ കൊടുത്തിട്ട് പ്ലെയറിനെ എടുക്കാന്ന് പറഞ്ഞാൽ അപൂർവമാണ്. ഇത് 2009 സീസണിലാണ്. അത് ഞാൻ പറയാൻ വന്നത്, 2009 ആ ഒരു 100 മില്യന്റെ ബാരിയർ ക്രിസ്ത്യാനോ റൊണാൾഡോ പൊട്ടിക്കുന്നത്. റെയിലിൽ പോയപ്പോൾ അത് കഴിഞ്ഞ് ആ ഒരു റെക്കോർഡ് ഒരു 7-8 കൊല്ലത്തോളം നിന്നു. ബെയിലിനെ പിന്നെ ഒരു 120 മില്യൺ റെയിൽ പിന്നെ ടോട്ടൻഹാമിന് എടുത്തപ്പോഴാണ് ഈ റെക്കോർഡ് വന്നത്. പിന്നെ അതിനുശേഷം നെയ്മറിന് ഇത് വന്നു. പക്ഷേ അപ്പോഴും നെയ്മറിന് വന്നതിന് ശേഷം 100+ ഇഷ്ടം പോലെ വന്നു. ഡെമ്പല്ലേ, കുട്ടീഞ്ഞോ, ഗ്രേലിഷ്, ലുക്കാക്കു, ഒരു ലോഡ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ 100 മില്യൺ പ്ലസ് ആയിട്ട് ഒരു ട്രാൻസ്ഫർ. കാരണം ഞാൻ ഇത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ടൈമിൽ 100 മില്യൺ എന്ന് പറഞ്ഞാൽ 10 കൊല്ലത്തിൽ 5 കൊല്ലത്തിൽ ഒരിക്കലും നടക്കുന്ന സംഭവമാണ്. ഇപ്പം എല്ലാ കൊല്ലവും നടക്കുന്നുണ്ട്. 150 മില്യൺ വരെ ഇപ്പം എല്ലാ കൊല്ലവും നടക്കുന്നുണ്ട്. അപ്പോൾ 200 മില്യൺ ഈ പറഞ്ഞതുപോലെ ഒരു 5-6 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു നോർമൽ എമൗണ്ടായി മാറും. ഇൻഫ്ലേഷൻ വരുമ്പോൾ ചിലപ്പോൾ എത്ര കൊല്ലത്തിന്റെ വ്യത്യാസത്തിലാണ് വരുന്നത്. ഇപ്പത്തെ ഒരു സെനിയറിയോയില് ആ ഒരു റെക്കോർഡ് പൊട്ടിക്കാൻ എന്റെ മൈൻഡ് ഒരൊറ്റ പ്ലെയറിനെ പറ്റുള്ളൂ, യമാലാണ്. അതെ, യമാല് ബാർസ വിട്ട് പോകുന്നുള്ളത് അറിയില്ല. പിന്നെ ഉണ്ട് പ്ലെയേഴ്സ് ഉണ്ട്, വിനിഷ്യസ്, എംബാപ്പെ, പക്ഷെ അവരൊന്നും ഇനി റെയിൽ ബെസ്റ്റ് ക്ലബിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ കാശ് കൊടുത്ത് മേടിക്കണം സിറ്റിക്ക് മാത്രം. സൗദിയേ ഉള്ളൂ. അതെ, പിന്നുള്ള സൗദിയിലേക്ക് പിന്നെ നടക്കും, ആ ഒരു ഇത് നടക്കും. അപ്പോൾ 2017 അവിടുന്ന് റെക്കോർഡ് ട്രാൻസ്ഫറിൽ പോകുന്നു. 2018 പിന്നെ 2020 അങ്ങോട്ടുകൊണ്ട് നമ്മളെ ഈ PSG പോയിട്ടും ഏകദേശം നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. PSG ഫസ്റ്റ് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തിക്കുന്നു, അവിടെയും തോക്കുന്നു. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇഞ്ചറി വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചറി വരും, റെഡിയാവും, പിന്നെ നല്ല കംബാക്ക് വരും, പിന്നെ ഇഞ്ചറി വരും, കംബാക്ക് വരും. അത് 2021 ആസ് എ അർജൻറ്റീനൻ ഫാൻ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും, ആസ് എ നെയ്മർ ഫാൻ ഓൾസോ ഏറ്റവും കൂടുതൽ വിഷമവും, എവിടെ സപ്പോർട്ട് ചെയ്യും എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നൊന്നും അറിയാത്തൊരു കാര്യം. കാരണം മെസ്സിക്കൊരു കപ്പ്, ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ കപ്പ്, കൊല്ലങ്ങളായിട്ട് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മെസ്സി രാജ്യത്തിന് വേണ്ടി എന്ത് നേടി, രാജ്യത്തിന് വേണ്ടി എന്ത് നേടി, അതിനുള്ളൊരു ഉത്തരം തന്നു. പക്ഷെ ആ കളി തന്നെ ഇവൻ കളിച്ചൊരു കളിയുണ്ട്. അത് കണ്ട ഒരു അർജൻറ്റീനൻ ഫാൻസിനാണെങ്കിലും ബ്രസീലിയൻ ഫാൻസിലാണെങ്കിലും വേൾഡ് ഫുട്ബോൾ ഫാൻസിലാണെങ്കിലും പറയാണ്ടിരിക്കാൻ പറ്റൂല. കാരണം അമ്മാതിരി കളി എന്ന് വെച്ചാൽ ഫൗൾ ചെയ്യാണ്ട് ഇവൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ബോൾ എടുക്കാൻ പറ്റൂല എന്നുള്ള രീതിയിലുള്ള കളിയായിരുന്നു. അവിടെ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് 2023 ഇപ്പോൾ ഈ 2023
ബ്രസീലിയൻ്റെ ഓൾ ടൈം ഗോൾ സ്കോററായിട്ട് ഇപ്പം നിൽക്കുകയാണ്. പെലനെ വെട്ടിച്ച് ഓൾ ടൈം ഗോൾ സ്കോററായിട്ട് നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ഇതേ പിന്നെയും വന്ന് പരിക്കും വില്ലനായിട്ട്. ഇപ്പോൾ തിരിച്ച് അവൻ്റെ ഹോം ഗ്രൗണ്ടായ സാന്റോസിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നേ പറയാനുള്ളൂ, ഒന്നേ ആശംസിക്കാനുള്ളൂ, ഈ ഒരു കൊല്ലം പരിക്കൊന്നും ഇല്ലാണ്ട് അല്ലേ നെയ്മറിൻ്റെ ഫുൾ ഫ്ലഡ്ജ് കളി കാണാൻ പറ്റട്ടെ. 2026 വേൾഡ് കപ്പിലേക്ക് തിരിച്ചു വരാൻ പറ്റട്ടെ. അവൻ്റെ ടാലൻറ്റിനൊത്ത് കളിക്കാൻ പറ്റട്ടെ അല്ലേ. അത് മാത്രം പറയാനുള്ളൂ.